അപ്പം ശ്രീ റെജി ലൂക്കോസ്, ഇന്നിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. 9 മണിയോടുകൂടി ബജറ്റ് അവതരണം ആരംഭിക്കും. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപക്ഷെ കാണുന്നില്ല. നികുതി വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന സൂചന മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ബജറ്റിനെ ഏത് രീതിയിലുള്ള പ്രതീക്ഷയോടെ വേണം ജനങ്ങൾ കാണാൻ? തീർച്ചയായിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധി രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധി മാത്രമാണ്, സംസ്ഥാന സർക്കാർ മാത്രമല്ല. എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക നില എക്കാലത്തെയും മികച്ച ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നതോറും സാമ്പത്തിക സൂചി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. 12.1% കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച ഉയർന്നു കഴിഞ്ഞു. കോവിഡ് വരുത്തിയ ആഘാതങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന കേരള സർക്കാരിന്റെ ഇത്തവണത്തെ ബഡ്ജറ്റ് ഒരു ജനകീയ മാജിക്കൽ ബഡ്ജറ്റ് എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞതിനെ വളരെ പ്രതീക്ഷയോടെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചോളം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്ക് കാരണമായ പദ്ധതികൾ ആവിഷ്കരിച്ച 6.5 വർഷമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 20 ലക്ഷം മനുഷ്യർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് സ്വയം എല്ലാ മേഖലകളിലും ഏതെല്ലാം രീതിയിലുള്ള അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന അത്തരം പദ്ധതികൾ മുന്നിൽ ഏറ്റവും ശ്ലാഘനീയമായ, ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വളർച്ചാ പോയിന്റ് തന്നെയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ സന്ദർശിച്ചത്. അതുപോലെ നമ്മളുടെ ആരോഗ്യ മേഖലകളിലെ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങൾ, ആരോഗ്യ സൂചിക തന്നെ ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിന് തന്നെ മാതൃകയായി അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ നമ്മളെ മുമ്പിൽ അവർ പ്രകീർത്തിച്ച വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ചുരുങ്ങിയ ഒരു ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറച്ച് ഈ 2 ദിവസം മുമ്പ് നടന്ന കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് വാസ്തവമാണ് കേരളത്തിലെ സർക്കാരിനോട് തന്നെ ചെയ്ത കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനങ്ങളെല്ലാം വെട്ടിക്കുറച്ചു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല. GSTയുടെ വിഹിതത്തിൽ തന്നെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവഗണന. അങ്ങനെ എല്ലാ തരത്തിലും യുവാക്കൾക്ക് വേണ്ടി യുവജനങ്ങളുടെ തൊഴിൽ നേടുന്നതിനുള്ള എന്തെങ്കിലും ഒരു ചെറിയ പദ്ധതി ആ ബഡ്ജറ്റിലുണ്ട്. വാസ്തവമാണെങ്കിൽ രാജ്യത്തെ എല്ലാ സാമ്പത്തിക വിദഗ്ധരും കേന്ദ്ര സർക്കാരിന്റെ ആ ബഡ്ജറ്റിനോട് വളരെ നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, കഴിഞ്ഞ 8.5 വർഷക്കാലത്തോളം ഈ രാജ്യം ഭരിച്ച BJP സർക്കാർ യുവാക്കളോട് കാണിച്ചിട്ടുള്ള വഞ്ചന, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതെറിച്ചു. അദാനിക്കും അംബാനിയെ പോലുള്ളവർക്ക് 10,000, 10,000, 5,000 പേർക്ക് തൊഴിൽ കൊടുത്ത് ഏത് നിമിഷവും പിരിച്ചു കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അനിശ്ചിതമായ ഒരു തൊഴിൽ മേഖലയല്ലേ ഇന്ത്യയിൽ പടുത്തുയർത്തിക്കുന്നത്. പക്ഷെ കേരള സർക്കാർ ചെയ്തെന്താണ്? 6.5 വർഷം കൊണ്ട് ഈ സർക്കാർ ഏതാണ്ട് 2.5 ലക്ഷത്തോളം കേരളത്തിലെ യുവാക്കൾക്ക് PSCയിലൂടെ തന്നെ അപ്പോയിന്റ്മെന്റ് നൽകി. അപ്പൊ യുവജനങ്ങൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും തൊഴിൽ നൽകുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് കേരള സർക്കാർ വലിയ രീതിയിൽ ഈ ബഡ്ജറ്റിലൂടെ ജനങ്ങളുടെ പ്രതീക്ഷകൾ കൈവരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്ഷേമ പെൻഷനുകൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. കേരളമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ നൽകുന്ന സർക്കാർ. ഏതാണ്ട് 65 ലക്ഷത്തോളം ജനങ്ങളുടെ വീടുകളിൽ ഈ പെൻഷൻ എല്ലാ 2 മാസം കൂടുമ്പോഴും എത്തിച്ചേരുന്നത് വലിയ രീതിയിൽ തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം, പ്രതികൂലമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ. ഒപ്പം കാരണം കിഫ്ബി ആണ് പലപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ കേരള ബജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തെല്ലാം ഒരു നട്ടൽ എന്ന രീതിയിൽ നിന്നിരുന്നത് കിഫ്ബിയാണ്. കിഫ്ബിയുടെ സ്ഥിതി ഏതാണ്ട് പരിതാപകരമായ ഒരു അവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായും കണ്ടൊരു കാര്യം, 2,700 കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ കടമെടുക്കാവുന്ന തുകയിൽ നിന്നും വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 8,000 കോടിയോളം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നുള്ള, അല്ലെങ്കിൽ 8,000 കോടി രൂപ സംസ്ഥാനം പ്രതീക്ഷിച്ച സമയത്താണ് ഇപ്പോൾ 2,700 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആ ഘട്ടത്തിൽ ഇപ്പോൾ 970 കോടിയോളം രൂപ മാത്രമാണ് കയ്യിൽ ബാക്കി ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് മാത്രമേ പൈസ എടുക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ഏത് രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും? അല്ല, നമ്മുടെ ആഭ്യന്തര വരുമാനം തന്നെ, സാമ്പത്തികമായിട്ടുള്ള ആഭ്യന്തര വരുമാനം തന്നെ 12 ഇരട്ടിയാണ് ഈ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്കുള്ള ശമ്പളം,
മറ്റ് പെൻഷനുകളെല്ലാം നോക്കുമ്പോഴത്തേക്ക് കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള വലിയൊരു ബാധ്യതയാണ്. അത് തർക്കമൊന്നുമില്ല, അതിലാരും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കൊടും ക്രൂരമായിട്ടുള്ള അപകടം നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതികളെ മുഴുവനും ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ, ജനങ്ങളെയോടുള്ള ശത്രുതയുടെയും പേരിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവയെ എല്ലാം മുടക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്രയ്ക്കും നിർഭാഗ്യപരമായിട്ടുള്ള, ഇത്രയ്ക്കും ക്രൂര മനസ്സോടുകൂടി പെരുമാറുന്ന ഒരു പ്രതിപക്ഷത്തിനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അതാണ് ഏറ്റവും. ഇപ്പൊ കേരളയിലെ വിഷയം എടുക്കൂ. കേരളയിൽ നടക്കുന്ന തൊഴിലവസരങ്ങൾ എത്രയാ? പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ട് 50,000 തൊഴിലവസരങ്ങളാണ് കേരളയിൽ വിഭാവനം ചെയ്യുന്നത്. കേരളത്തിലെ സമഗ്രമായ വികസനത്തിന് കുതിച്ചുചാട്ടമായിരിക്കും ആ കേരളയിൽ വന്നാൽ. എന്നാൽ അത് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്നില്ലെന്നും എഴഞ്ഞു നീങ്ങുന്ന, നമ്മുടെ റോഡിലൂടെ എഴഞ്ഞു നീങ്ങുന്ന ഒരു വലിയ സമൂഹത്തിന്റെ തലയ്ക്ക് ഇടുത്തി വീഴുന്ന രീതിയിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട 18 MP-മാർ കേന്ദ്ര സർക്കാരിന് നിവേദനം കൊടുത്തൊരു നാടല്ലേ ഇത്? ഈ രാജ്യത്തോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിൽ ആ MP-മാരെ പിന്നെ നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കുമോ? പക്ഷെ ഈ നാടിന്റെ ഒരു സഹിഷ്ണുത ആ ഒരു മാതൃക തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ, നിങ്ങളിപ്പോ എന്നോട് ചോദിച്ച ചോദ്യം, കിഫ്ബിയിൽ തകർന്നു പോയത് എവിടുന്ന് കിട്ടിയ ഡേറ്റ എനിക്ക് മനസ്സിലാകുന്നില്ല. 65,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് 26,000-ഓളം കോടി രൂപ നൽകിക്കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. കിഫ്ബിയുടെ ഫണ്ട് ഒരു സ്ഥലത്ത് പോലും ലഭ്യമായില്ല എന്നൊരു പരാതി പ്രതിപക്ഷം പോലും ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കിഫ്ബി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിനും പ്രത്യേകിച്ച് റോഡ് വികസനത്തിന്, പാലം വികസനത്തിനൊക്കെ നൽകിയ സംഭാവനകൾ മറന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിനെ വിമർശിക്കരുത്. അത് തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക മജീഷ്യൻ കേരളത്തിൽ കാഴ്ചവെച്ച ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് കിഫ്ബിയെ കുറിച്ച് തന്നെ പഠിക്കാൻ പോലും തയ്യാറായ എന്താ പറയുക, അതിനെ ഒരു മാജിക് എന്ന് തന്നെ പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളെ. അതിന്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 4 പാത പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മറ്റൊരു സംസ്ഥാനത്തും ഈ നിമിഷം വരെ ചെയ്യാത്ത രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖം തിരിക്കുന്നതിനെ മറികടന്നുകൊണ്ട് 25% പണം മുൻകൂർ നാഷണൽ ഹൈവേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ കേരള സർക്കാർ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളെങ്ങനെയാണ് ഈ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ്സിനെ, സാമ്പത്തിക പ്രതിസന്ധി വിമർശിച്ചുകൊണ്ട് കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ വിമർശിക്കുന്നത്? അത് തെറ്റായ സമീപനമല്ലേ? ഞങ്ങളിപ്പോ ഇടതുപക്ഷത്തിന്റെ പക്ഷത്തൊന്നും സംസാരിക്കുന്നതല്ല. കേരളത്തിന്റെ മുമ്പിൽ യാഥാർത്ഥ്യമായ വസ്തുതകളാണ് ഇപ്പോൾ നമ്മൾ വരച്ചു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്കൊരു മറ്റൊരു ചാനലിൽ കയറാൻ സമയമായി എങ്കിലും ഞാൻ പറഞ്ഞത്, ഒരു മാജിക്കൽ ജനകീയ ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ജനങ്ങളെ പീഡിപ്പിക്കാതെ ജനങ്ങളോടൊപ്പം നിന്ന് തൊഴിലവസരങ്ങൾ കൂട്ടി മറ്റെല്ലാ സാഹചര്യങ്ങളും മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഒരുക്കി ടൂറിസത്തെയും അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിലുള്ള സംഭാവന നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും. അതിൽ യാതൊരു തർക്കവും. ഇനി ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം നിങ്ങൾ വിളിച്ചാൽ ഞാൻ പ്രതികരിക്കാം. താങ്ക് യു സോ മച്ച്. റെജി ലൂക്കോസ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. PC സിറിയക് സാർ ഉണ്ടെന്നാണ് ഇപ്പോൾ റെജി ലൂക്കോസ് ആണ് പ്രതികരിച്ചത്.